ഹലോ, ഇന്ന് നമുക്ക് ഈ പിസ്ത ഷെൽസ് കൊണ്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. കുറേ നാളായി എടുത്തു വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പോൾ ദേ ഇതിന് ഗ്ലൂഗൺ വേണം കേട്ടോ. ഒരു കമ്പിയിൽ ഇങ്ങനെ ഗ്ലൂഗൺ തേച്ചിട്ട് 4 പിസ്ത ഷെൽസ് എടുത്തിട്ട് ചുറ്റുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. 2 ചേർത്ത് ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലായിട്ട് 2 കൂടി ചേർത്ത് ഒട്ടിച്ച് വെക്കുക. ഇപ്പോൾ കണ്ട ഇത് ടുലിപ്സ് ആയിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നത് ടുലിപ്സ് ഫ്ലവർ ആണ് കേട്ടോ. ഇതുപോലെ 2-3 ഉണ്ടാക്കിയെടുക്കുക. 2-3 അല്ല, ഞാനൊരു 6 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവർ മാത്രം പോരല്ലോ, കുറച്ച് ലീവ്സും കൂടി വേണ്ടേ. അപ്പോൾ അതിനായിട്ട് സാധാരണ നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിക്കുമല്ലോ. മാസ്കിംഗ് ടേപ്പ് കുറച്ചുകൂടി വീതി ഉള്ളതുണ്ടെങ്കിൽ നന്നായിരുന്നു, കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നീണ്ട ലീവ്സ് അല്ലേ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സൈസിലുള്ള മാസ്കിംഗ് ടേപ്പ് ആയിരുന്നാലും നമുക്ക് ഇതുപോലെ തന്നെ കമ്പിയിൽ ഒട്ടിച്ചെടുത്തിട്ട്, കമ്പിയിൽ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. 2 സൈഡിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ടിങ്ങനെ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഇതുപോലെ കുറച്ചധികം ലീവ്സ് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ കുറച്ചൊന്ന് പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുക്കുക എന്ന് പറയുന്നതാണ്. സാപ്പ് ഗ്രീനിൽ കുറച്ച് യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് കേട്ടോ ഇത്. 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. കയ്യിലൊക്കെ കുറച്ചാവും, എന്നാലും മൈൻഡ് ആക്കണ്ട. ലീവ്സ് എല്ലാം പെയിൻറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഫ്ലവർ പെയിൻറ്റ് ചെയ്യുന്നത്. ഇതിനൊരു പിങ്ക് ഷെയ്ഡാണ് കൊടുക്കുന്നത്. കുറച്ച് റെഡും കുറച്ച് വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു കളറാക്കി എടുക്കുക. ഇപ്പോൾ ദേ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ലീവ്സും ഫ്ലവറും ഒക്കെ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ അക്രിലിക് കളേഴ്സിൻ്റെ ബോട്ടിലാണ് കേട്ടോ. നമ്മൾ സാധാരണ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ബോട്ടിൽ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇതിലും ക്യൂട്ട് ആൻഡ് ടൈനി ബോട്ടിൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞൻ ഫ്ലവർ പോട്ട് കാണാനായിട്ട് ഇത് ഇങ്ങനെയാണുള്ളത്. നമ്മുടെ ടേബിൾ ബ്രൗൺ ആയതുകൊണ്ടേ ബാക്ക്ഗ്രൗണ്ട് പോരെന്ന് തോന്നിയപ്പോൾ താഴ്ത്തിറക്കി വെച്ച് വീഡിയോ എടുത്ത് നോക്കിയതാണ്. എന്തായാലും നമ്മുടെ സ്ഥിരം പെയിൻറ്റിങ് വീഡിയോസ് കണ്ടു മടുത്തെങ്കിൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഈ ഒരു കുഞ്ഞ് ക്രാഫ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബൈ.